കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കിടക്കുന്ന ആശാ വർക്കർമാർക്ക് ഉമ്മ കൊടുത്തോ എന്നതായിരുന്നു ഇവിടുത്തെ ചില അന്തം കമ്മിണികൾക്ക് അറിയാൻ വെമ്പൽ കൊണ്ടുനിന്ന വിഷയം. നാട്ടിലെ പട്ടിണി മാറ്റാൻ തുനിഞ്ഞിറങ്ങിയ സഹാക്കന്മാരൊക്കെ ഇപ്പോൾ കണ്ടവന്റെ ചെറ്റ പൊക്കി നോക്കാൻ പോകുന്നതിലാണ് ആവേശവും താല്പര്യവും പ്രകടിപ്പിക്കുന്നത്. ഒരു കുട കൊടുക്കുന്ന സുരേഷ് ഗോപിയെ, മുത്തം കൊടുക്കുന്ന സുരേഷ് ഗോപിയെന്ന് അപമാനിക്കുന്ന സഹാക്കന്മാരുടെ പിന്നാമ്പുറ കഥകൾ, ഇരുട്ടിലെ കഥകൾ പറഞ്ഞാൽ സഹാക്കന്മാർ ഒന്നടങ്കം നാറുമെന്ന് സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്ന ആശാ വർക്കർമാർ ഉറപ്പിച്ചു പറയുമ്പോൾ സഹാക്കന്മാരുടെ ചീഞ്ഞ സ്വഭാവം ഒരു കാലത്തും ഇല്ലാതാകില്ല എന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കുന്നതാണ് ഉമ്മ വിവാദം. ഈ വിവാദങ്ങളെ അനുകൂലിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാനിടയായി. സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതിയാണ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: എല്ലാവർക്കും സുരേഷ് ഗോപി കുട കൊടുക്കുന്നു. കുട കൊടുക്കുന്നതിനൊപ്പം ഉമ്മ കൊടുത്തോ എന്നറിയില്ല. അടുത്ത കാലത്ത് കേട്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട അശ്ലീല സ്ത്രീ വിരുദ്ധ പരാമർശം ആരെക്കുറിച്ച് നടത്തിയെന്നല്ലേ? ദിവസങ്ങളായി പൊരിവെയിലത്ത് ഇരുന്ന് തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന കേരളത്തിന്റെ സ്വന്തം ആതുര സേവകർ അഥവാ വോളണ്ടിയേഴ്സായ ആശാ വർക്കർമാരെ കുറിച്ച് പറഞ്ഞത് സ്ത്രീ സുരക്ഷയ്ക്ക് വനിതാ മതിൽ കെട്ടിയ പാർട്ടിയുടെ തൊഴിലാളി വിങ് ആയ CITU നേതാവ്. പണ്ടൊരിക്കൽ വായ തുറന്നാൽ വിടുവായിത്തവും വൃത്തികേടും മാത്രം പറയുന്ന സഖാവ് ആശാൻ വെമ്പിളൈ ഒരുമേ സമരത്തെക്കുറിച്ച് പറഞ്ഞത് കട്ടിലെ മറ്റേ പണി എന്നായിരുന്നു. അത് പിന്നെ അങ്ങേരുടെ സ്ഥിരം ഗ്രാമ്യ മുത്തുമൊഴി ആയതുകൊണ്ട് വലിയ അത്ഭുതം തോന്നിയില്ല. എന്നാൽ കേവലം 250 രൂപ ദിവസവേതനം പോലും കിട്ടാത്ത നൂറുകണക്കിന് സ്ത്രീകൾ തങ്ങൾക്ക് കിട്ടേണ്ട വേതന കുടിശ്ശികയ്ക്ക് വേണ്ടി പൊരിവെയിലത്ത് സമരം ചെയ്യുന്നത് കണ്ട തൊഴിലാളി നേതാവ് അവരെ ഇത്രയും മ്ലേച്ഛമായി അവഹേളിക്കുന്നത് കേട്ടപ്പോൾ അറപ്പ് തോന്നി. സുരേഷ് ഗോപിയോടുള്ള പകയും തൊമ്മി സെന്റ് മണക്കാതെ സമരം ചെയ്യുന്ന സ്ത്രീകളോട് തോന്നിയ ദേഷ്യവും മൂത്ത് ഭ്രാന്തായി താങ്ങിയതാണ്. പക്ഷെ പറഞ്ഞ കാര്യം സ്വന്തം പാർട്ടി ഓഫീസുകളിൽ നടക്കുന്ന ചേച്ചി പെണ്ണുങ്ങളുടെ ആ ദിവസങ്ങൾ കടം ചോദിച്ച് ഗുൽമോർ ചോട്ടിൽ ഇരിക്കുന്ന ചെഗു സഹാക്കൾ നിത്യവും ചെയ്യുന്ന കാര്യമായി പോയി എന്ന് മാത്രം. കഴിഞ്ഞ ഒരു മാസമായി പൊരിവെയിലത്ത് സമരം ചെയ്യുന്ന ഈ പാവങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി നിന്നിട്ട് ആ മൾട്ടിപ്പിൾ ഡാഡി അവതാരം അടിച്ചവൻ സഖാവ്. നാണവും മാനവും ഉളുപ്പും ഉണ്ടോടെ അന്തംസ് ആൻഡ് അന്തനീസ് എന്ന് ചോദിക്കുന്നില്ല. കാരണം അതൊക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആവില്ലല്ലോ. ഒരു പണിയും ചെയ്യാതെ തിരുത തിന്ന് ഡൽഹിയിൽ ചൊറിയും കുത്തിയിരിക്കുന്ന മറുകണ്ഠം ചാടി നേതാവിന് 1,00,000 രൂപയാണ് യാത്രാ ബത്ത. അപ്പുറത്തിരുന്ന് വാഴക്കുലയെടുത്ത് ഇപ്പുറത്ത് ഇങ്ങോട്ട് വെച്ചപ്പോൾ ഡയറക്ടറേറ്റ് കിട്ടിയ മുൻ യുവജന കമ്മീഷൻ ചെയർമാൻ തേരാപ്പാര നടന്ന് വിവരക്കേട് പറഞ്ഞതിന് കൊടുത്തത് ലക്ഷങ്ങൾ രൂപ ശമ്പളം. ഒപ്പം 5 സ്റ്റാർ റിസോർട്ടിൽ താമസവും. മുമ്പേ പോണ അന്തം പറയണ എന്തൊരു കുന്തത്തിനും സിന്ദാബാദ് വിളിച്ച കമ്മികൾക്കും കമ്മിണികൾക്കും ഒക്കെ പിൻവാതിൽ വഴി ജോലി. സഹകരണ ബാങ്കിൽ സ്വന്തം ആളുകളെ തിരികെ കയറ്റി നാട്ടുകാരെ പണം മൊത്തം വിഴുങ്ങുന്ന മൂത്ത കമ്മികൾക്കും തൊഴിലാളി നേതാവ് എന്ന ലേബൽ നെറ്റിയിലൊട്ടിച്ച് പണിയെടുക്കാതെ പണം വിഴുങ്ങുന്ന വിയർപ്പിന്റെ അസ്കിതയുള്ള കള്ളന്മാർക്കുമൊക്കെ ഈ പാവം സ്ത്രീകളുടെ കണ്ണുനീരിന് പുല്ലുവില. അവരുടെ അവകാശ പോരാട്ടത്തിനെ കുറിച്ച് അശ്ലീലം പറച്ചിൽ ഒരു സിവിൽ സർവന്റിന്റെ വാട്സാപ്പ് നമ്പറിൽ അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ മെസ്സേജുകൾ അയച്ച് ഇറിറ്റേറ്റ് ചെയ്തിട്ട് അതിന് മറുപടിയായി കിട്ടിയ ഓയാ എന്ന സീമയുടെ സ്കിറ്റിൽ സ്ത്രീവിരുദ്ധത ആരോപിക്കുകയും അതിന്റെ പേരിൽ ആ IAS ഉദ്യോഗസ്ഥനെതിരെ വാളെടുക്കുകയും ചെയ്ത സകലമാന അന്തിണികളും ആ മൂത്ത കമ്മി നടത്തിയ വെർബൽ സ്വയംഭോഗം കണ്ടിട്ടേയില്ല. ഉണ്ണിമുകുന്ദന്റെ വട്ടപ്പൊട്ട് എന്ന് കേട്ടേ ഉടനെ തന്നെ സ്ത്രീവിരുദ്ധത ആരോപിച്ചുകൊണ്ട് വലിയ പൊട്ട് ചലഞ്ച് നടത്തിയ ടീമുകളുടെ പ്രൊഫൈലുകളൊക്കെയും 2 ദിവസമായി പട്ടിപെറ്റി കിടക്കുകയാണ്. CITU നേതാവിന്റെ നീല മനസ്സിനെതിരെ ഒറ്റ സ്ത്രീപക്ഷവാദികളും ഇതുവരെയും വായ തുറന്നിട്ടില്ല. പണിക്കാരുടെ സാൻഡ്വിച്ച് എന്നൊരൊറ്റ വാക്കിൽ പിടിച്ചു റേപ്പ് ജോക്കും ബഹിഷ്കരണവുമായി നടന്ന സോകോൾഡ് ഫെമിനിസ്റ്റുകളുടെ പ്രതിഷേധ തീ CITU ഗോപിയുടെ സെക്സ് ജോക്കിന്റെയും അത് ആസ്വദിച്ച കൂട്ടാളികളുടെയും ഊളച്ചിരികൾക്ക് മുന്നിൽ ചാരം മൂടി കിടക്കുകയാണ്. സ്വന്തം പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് നോക്കി ചിലതിനെ പൊലിപ്പിക്കുകയും ചിലതിനെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണണമെങ്കിൽ നേരെ നോക്കേണ്ടത് ഇരട്ടത്താപ്പ് മാത്രം അന്നമാക്കിയ സാംസ്കാരിക മേലാളന്മാർ അരങ്ങുവാഴുന്ന നമ്പർ 1 കേരളത്തിലാണ്. എറിഞ്ഞു കിടക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ പിറകെ തൂലിക നീട്ടി നടക്കുകയാണ് അവറ്റുകൾ. ഷെയിം ഓൺ യു ഗൈസ് എന്നായിരുന്നു അവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.